ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ പുതിയൊരു ചാപ്റ്റർ ആരംഭിക്കുകയാണ്. അക്കൗണ്ട്സ് ഓഫ് ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസ് സിസ്റ്റം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ആദ്യമായി ഹയർ പർച്ചേസ് സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ മീനിങ് ആണ് പറയുന്നത്. Hire purchase system is an agreement of purchase and sale of goods on condition that payment will be made through installments and ownership in the goods will be transferred to the buyer on payment of last installment. ഇവിടെ ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യാനോ സെയിൽ ചെയ്യാനോ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയും ആ എഗ്രിമെൻറ്റിൻ്റെ കണ്ടീഷൻ പ്രകാരം ആ ഗുഡ്സിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആ ബയർ ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ സെല്ലർക്ക് പേ ചെയ്യുകയും ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പോൾ തന്നെ സെല്ലർ ബയർക്ക് ആ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു. പക്ഷേ എപ്പോഴാണോ ബയർ ആ കണ്ടീഷൻ പ്രകാരമുള്ള ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് സെല്ലർക്ക് പേ ചെയ്യുന്നത്, അപ്പോൾ മാത്രമേ ആ ഗുഡ്സിന്മേലുള്ള ഉടമസ്ഥാവകാശം സെല്ലർ ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. ഇതാണ് ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഒരു ബയറും സെല്ലറും തമ്മിൽ സാധാരണ സെയിൽ അല്ലെങ്കിൽ പർച്ചേസിന് നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകും. ആ എഗ്രിമെൻറ്റ് പ്രകാരം ബയർ സെല്ലർക്ക് ബയർ മേടിക്കുന്ന ഗുഡ്സിൻ്റെ കോസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലായിരിക്കും പേ ചെയ്യുന്നത്. അതേപോലെ തന്നെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്ന സമയത്ത് തന്നെ സെല്ലർ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഗുഡ്സ് ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പക്ഷേ എപ്പോഴാണോ ബയർ ആ കണ്ടീഷൻ പ്രകാരമുള്ള ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നത്, അപ്പോൾ മാത്രമേ സെല്ലർ അതിൻ്റെ ഓണർഷിപ്പ്, ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ബയറെ ഹയറർ എന്നും സെല്ലറെ ഹയർ വെണ്ടർ എന്നുമാണ് പറയുന്നത്, അല്ലെങ്കിൽ ഓണർ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബയർ ഈ പറയുന്ന കണ്ടീഷൻ പ്രകാരമുള്ള ഇൻസ്റ്റാൾമെൻറ്റിൽ എന്തെങ്കിലും മുടക്കം വരുത്തിയാൽ അല്ലെങ്കിൽ വീഴ്ച വരുത്തിയാൽ സെല്ലർക്ക് ആ ഗുഡ്സ് റീപൊസിഷൻ ചെയ്യാനുള്ള, തിരിച്ച് എടുക്കാനുള്ള റൈറ്റും കൂടി ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് ഹയർ പർച്ചേസ് സിസ്റ്റം. ഇത് സാധാരണ നമ്മൾ വാഹനങ്ങളൊക്കെ സിക്ക് എടുക്കുന്ന സിസ്റ്റം ഹയർ പർച്ചേസ് സിസ്റ്റത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. സിക്ക് എടുക്കുമ്പോൾ ആദ്യമായി നമ്മളൊരു ഇനിഷ്യൽ പേയ്മെൻറ്റ് പേ ചെയ്യുന്നു വാഹന ഉടമയ്ക്ക്. അതിനുശേഷം നമ്മൾ തവണകളായിട്ടായിരിക്കും സി അടച്ച് നമ്മൾ അതിൻ്റെ ലാസ്റ്റ് സി അടയ്ക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഓണർഷിപ്പ് ആ വാഹനം മേടിക്കുന്ന ആൾക്ക് ലഭിക്കുന്നുള്ളൂ. ഏതെങ്കിലും മുടക്കം വരുത്തിയാൽ അതേപോലെ സിക്കാർ വന്ന് വണ്ടി പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ പല രീതിയിൽ അറിയാവുന്ന കാര്യമാണ്. സ്പെഷ്യൽ ടേംസ് കണക്റ്റഡ് വിത്ത് ഹയർ പർച്ചേസ്. നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ ടേംസാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ക്യാഷ് പ്രൈസ് ആണ്. ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഫോർ വിച്ച് ആൻ ആർട്ടിക്കിൾ ക്യാൻ ബി പർച്ചേസ്ഡ് ബൈ ഇമ്മീഡിയറ്റ്ലി മേക്കിംഗ് എ ലംസം പേയ്മെൻറ്റ് വിത്തൗട്ട് ദെയർ ബീയിങ് എനി ഫെസിലിറ്റി ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്. ഇവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. റെഡി പൈസ അല്ലെങ്കിൽ റൊക്കം പൈസ കൊടുത്ത് ഒരു സാധനം നമ്മളൊരു കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പ്രൈസ് എത്രയാണോ അതിനെയാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. സി ഇട്ട് വണ്ടി എടുക്കുന്ന കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു. അപ്പം ഒരു വണ്ടി ഒരു ഷോറൂമിൽ ചെന്ന് നമ്മൾ റെഡി പൈസയ്ക്ക് എടുക്കുമ്പോൾ സപ്പോസ് 1 ലക്ഷം രൂപയാകുകയാണെങ്കിൽ സി ഇട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പലിശ 3-4 വർഷം കൊണ്ടായിരിക്കും നമ്മൾ ആ പൈസ പേ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥാപനം അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി ചേർത്തായിരിക്കും നമ്മുടെ നിന്ന് മേടിക്കുന്നത്. അപ്പോൾ സി ഇട്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ സപ്പോസ് ഒരു വണ്ടിക്ക് 1,50,000 രൂപയാവും. പക്ഷേ ആ വണ്ടി തന്നെ നമ്മൾ റൊക്കം കാശ് കൊടുത്തെടുക്കുകയാണെങ്കിൽ അതിന് 1 ലക്ഷം രൂപ ആകത്തുള്ളൂ. അപ്പം ആ 1 ലക്ഷം രൂപ റൊക്കം പൈസ കൊടുത്താൽ ഒരു ഗുഡ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വിലയെ അതിനെയാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടെർമിനോളജി എന്ന് പറയുന്നത് ഹയർ പർച്ചേസ് പ്രൈസ് ആണ്. ടോട്ടൽ എമൗണ്ട് പേയബിൾ ബൈ ദ ബയർ. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന ബയർ ടോട്ടലായിട്ട് പേ ചെയ്യുന്ന എമൗണ്ടിനെയാണ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ HP. ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മേൽ പറഞ്ഞ ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ്. ഇതിനു മുമ്പുള്ള ഉദാഹരണം പറഞ്ഞതുപോലെ തന്നെ സി ഇട്ട് വണ്ടി എടുക്കുമ്പോൾ ക്യാഷ് പ്രൈസ് 1 ലക്ഷം രൂപയാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ഉദാഹരണത്തിൽ ക്യാഷ് പ്രൈസ് എങ്കിൽ ഒരു വാഹനത്തിൻ്റെ അതിൻ്റെ കൂടെ അതിൻ്റെ ഇൻട്രസ്റ്റ് 50,000 1,50,000 സി ഇട്ട് വണ്ടി എടുക്കുമ്പോൾ ടോട്ടൽ പേ ചെയ്യുന്നതിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ക്യാഷ് പ്രൈസ് പ്ലസ് 50,000 1,50,000 അങ്ങനെ ആ ക്യാഷ് പ്രൈസും
ഇൻട്രസ്റ്റും കൂടി ചേർത്തുള്ള ടോട്ടൽ എമൗണ്ടിനെയാണ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ഹയർ ഓർ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഒരു ബയർ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ കോസ്റ്റ് അദ്ദേഹം ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ പീരിയോഡിക്കലായിട്ടായിരിക്കും, തവണകളായിട്ടായിരിക്കും പേ ചെയ്യുന്നത്. ആ തവണ അല്ലെങ്കിൽ അതിനെയാണ് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത്. ഇത് ഒന്നെങ്കിൽ ഈക്വൽ ആകാം അല്ലെങ്കിൽ ഡിഫറൻറ്റ് എമൗണ്ട് ആകാം, അത് എഗ്രിമെൻറ്റ് പറയുന്നതനുസരിച്ച്. നെക്സ്റ്റ് ഡൗൺ പേയ്മെൻ്റ് ആണ്. ദിസ് ഈസ് ദ അഡ്വാൻസ് പേയബിൾ ബൈ ദ ബയർ വൈൽ സൈനിങ് ദ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ഇറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ദ ഹയർ പർച്ചേസ് പ്രൈസ്. ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന ബയർ അതിൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ്, ഇനിഷ്യൽ പേയ്മെൻ്റ് ആയിട്ട് സെല്ലർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടിനെയാണ് ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിന് ശേഷം ഈ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷമായിരിക്കും സെല്ലർ ബയർക്ക് ആ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഹയർ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടേംസ്. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും ആവശ്യമായി വരുന്ന ഐറ്റമാണ്. കൃത്യമായിട്ട് കണ്ട് കേട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. ഇതാണ് ക്വസ്റ്റ്യൻ. Asra Constructions Cochin purchased a concrete mixture from Lightweight Limited on hire purchase agreement on 1st January 2014, paying cash rupees 2 lakh and agreeing to pay further 3 installments of rupees 2 lakh each on 31st December every year. Asra Construction എന്ന കമ്പനി ഒരു കോൺക്രീറ്റ് മിക്സർ ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. ഹയർ പർച്ചേസ് സിസ്റ്റത്തിലാണ് അവർ പർച്ചേസ് ചെയ്യുന്നത്. അവർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത ഡേറ്റ് 1st January 2014 ആ സമയത്ത് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇനിഷ്യൽ പേയ്മെൻ്റ് ആയിട്ട് 2 ലക്ഷം രൂപ ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡിന് അസ്ര കൺസ്ട്രക്ഷൻസ് പേ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ എഗ്രിമെൻറ്റ് പ്രകാരം 2 ലക്ഷം രൂപ വീതമുള്ള 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ബാക്കിയുള്ള പേയ്മെൻറ്റ് എല്ലാ വർഷവും ഡിസംബർ മാസം 31st അവർ പേ ചെയ്യും. ഇതാണ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റ്. പിന്നെ പറയുന്നു ദ ക്യാഷ് പ്രൈസ് ഓഫ് ദ കോൺക്രീറ്റ് മിക്സർ വാസ് rupees 5,88,000. ആ കോൺക്രീറ്റ് മിക്സറിൻ്റെ റെഡി പൈസ കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ ഉള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 5,88,000 ആണ്. ക്യാഷ് പ്രൈസാണ് തന്നിരിക്കുന്നത്. ഇതാണ് റീറ്റെയിൽ പ്രൈസ്. ആൻഡ് ദ ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡ് ചാർജ്ഡ് ഇൻട്രസ്റ്റ് അറ്റ് 25% പെർ ആനം. അവർ ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡ് അസ്ര കൺസ്ട്രക്ഷനിൽ നിന്ന് ഒരു വർഷത്തിൽ ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 25%. പിന്നെ പറയുന്നു അസ്ര കൺസ്ട്രക്ഷൻസ് ഡിപ്രീസിയേറ്റഡ് ദ മിക്സ്ചർ അറ്റ് 20% പെർ ആനം അണ്ടർ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്. അസ്ര കൺസ്ട്രക്ഷൻസ് അവരുടെ അക്കൗണ്ട്സ് ബുക്കിൽ ആ മിക്സ്ചറിന് ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ 20%. അത് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡിലാണ് ചെയ്യുന്നത്. പിന്നെ പറയുന്നു റെക്കോർഡ് ദ ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേർണൽ ആൻഡ് ലെഡ്ജർ ഓഫ് ദ ബോത്ത് ദ പാർട്ടീസ്. ക്വസ്റ്റ്യൻ പ്രകാരം ആ കോൺക്രീറ്റ് മിക്സറിൻ്റെ ക്യാഷ് പ്രൈസ് 5,88,000 rupees. അതിൻ്റെ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡൗൺ പേയ്മെൻറ്റ് ഫസ്റ്റിൽ ഇനിഷ്യലി കൊടുക്കുന്ന എമൗണ്ട്, അതുകൂടാതെ എത്ര ഇൻസ്റ്റാൾമെൻ്റ് ആണോ ബാക്കി പേയ്മെൻറ്റ് പേ ചെയ്യുന്നത്, അതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഹയർ പർച്ചേസ് പ്രൈസ് കിട്ടും. അവിടെ പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 2 ലക്ഷം രൂപയാണ് അവർ ഇനിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് കൊടുത്ത എമൗണ്ട്. അതിൻ്റെ കൂടെ അതിനുശേഷം 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 2 ലക്ഷം രൂപ വീതമുള്ള 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ബാക്കിയുള്ള പേയ്മെൻറ്റ് നടത്തുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് 2 ലക്ഷം, ബാക്കി 3 ഇൻസ്റ്റാൾമെൻറ്റ് 2 ലക്ഷം രൂപ വീതമുള്ള, അപ്പോൾ മൊത്തം 6 8 ലക്ഷം രൂപയാണ് നമുക്ക് ഹയർ പർച്ചേസ് പ്രൈസായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ എത്ര രൂപയാണ് ആ ബയർ എക്സ്ട്രാ ഇൻട്രസ്റ്റ് ആയിട്ട് ആ കമ്പനിക്ക് സെല്ലർക്ക് പേ ചെയ്യുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഹയർ പർച്ചേസ് പ്രൈസ് മൈനസ് ക്യാഷ് പ്രൈസ്. ഹയർ പർച്ചേസ് പ്രൈസ് ഇവിടെ 8 ലക്ഷം രൂപയാണ്. അതിൽ നിന്ന് ക്യാഷ് പ്രൈസ് 5,88,000 നമ്മൾ ഡിഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 2,12,000 rupees എന്നാണ് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കിട്ടുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. 25% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ അതിനുശേഷം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിൽ നിന്നാണ് നമ്മൾ ഫർദർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇൻസ്റ്റാൾമെൻറ്റിനെ കുറിച്ചുള്ളൊരു ടേബിളാണ്. അതിൽ ഒന്നാമത്തെ കോളം ഉൾക്കൊള്ളുന്നത് ഇൻസ്റ്റാൾമെൻറ്റ്, അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. പിന്നെ പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ബിഫോർ പേയിങ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നതിന് മുമ്പ്, ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതിന് മുമ്പ് ബയർ സെല്ലർക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട് എന്ന് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്ന എമൗണ്ട് എത്രയാണെന്ന് കാണിക്കുന്ന കോളമാണിത്. പിന്നെ ഇൻട്രസ്റ്റ് ആണ്. ഓരോ പ്രാവശ്യവും പേ ചെയ്യുന്ന ഇൻസ്റ്റാൾമെൻറ്റിൽ എത്ര രൂപ ഇൻട്രസ്റ്റ് ഉൾക്കൊള്ളുന്നു എന്ന് കാണിക്കുന്ന കോളമാണിത്.
അതേപോലെ ക്യാഷ് വാല്യൂ ഇൻ ദ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് കഴിച്ചിട്ടുള്ള മുതലിൽ കുറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ടിൽ കുറയുന്ന എമൗണ്ട് എത്രയാണെന്ന് കാണിക്കുന്ന കോളമാണിത്. പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ് പെയ്ഡ്, ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്ത എമൗണ്ട് എത്രയാണോ കാണിക്കുന്നത് അത് കാണിക്കുന്ന കോളമാണിത്. പിന്നെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ആഫ്റ്റർ പേയിങ് ദ ഇൻസ്റ്റാൾമെൻറ്റ് ഒരു പ്രാവശ്യം പേ ചെയ്തതിന് ശേഷം ബയർ സെല്ലർക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട് ഓരോ പ്രാവശ്യത്തെ പേയ്മെൻറ്റിന് ശേഷം അത് കാണിക്കുന്ന കോളമാണിത്. ഓക്കെ, ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പേ ചെയ്യുന്ന എമൗണ്ട് ഡൗൺ പേയ്മെൻ്റ് ആണ്, ഇനിഷ്യൽ പേയ്മെൻറ്റ്. അപ്പോൾ അത് അന്ന് നമ്മൾ ഒന്നാമത്തെ കോളത്തിൽ എഴുതുക. ഇൻസ്റ്റാൾമെൻറ്റിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് ഡൗൺ പേയ്മെൻ്റ് ആണ്. ഓക്കെ, സെക്കൻഡ് കോളം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ബിഫോർ പേയിങ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതിന് മുമ്പ് ബയർ സെല്ലർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണെന്ന് കാണിക്കുന്ന കോളമാണിത്. ഇവിടെ ഡൗൺ പേയ്മെൻറ്റ്, ഇപ്പോൾ ഫസ്റ്റിലത്തെ പേയ്മെൻറ്റിന് മുമ്പായിട്ട് എത്ര രൂപ ബയർ സെല്ലർക്ക് കൊടുക്കാനുണ്ട്. ഇവിടെ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ്, ആ പർച്ചേസ് ചെയ്ത ഗുഡ്സിൻ്റെ ടോട്ടൽ കോസ്റ്റാണ് ഇവിടെ കാണിക്കേണ്ടത്. 5,80,800 രൂപയാണ് ഒന്നാമത്തെ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ബയർ സെല്ലർക്ക് കൊടുക്കാനുള്ളത്. അപ്പം നെക്സ്റ്റ് കോളം ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡൗൺ പേയ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഇനിഷ്യൽ പേയ്മെൻ്റ് ആയതുകൊണ്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. ഡൗൺ പേയ്മെൻറ്റിൻ്റെ കേസ് മാത്രമേ ഇങ്ങനെ വരികയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇവിടെ ഇൻട്രസ്റ്റിൻ്റെ ആവശ്യമില്ല ഡൗൺ പേയ്മെൻറ്റിൽ. പിന്നെ പറയുന്നു ക്യാഷ് വാല്യൂ ഇൻ ദ ഇൻസ്റ്റാൾമെൻറ്റിലെ ക്യാഷ് വാല്യൂ എത്ര, ആ ഡൗൺ പേയ്മെൻറ്റിൽ എത്ര രൂപ പലിശയാണ്, എത്ര രൂപ മുതൽ ഉൾക്കൊള്ളുന്നു എന്നാണ് ഇവിടെ കാണിക്കേണ്ടത്. ഇവിടെ ഒന്നാമത്തെ ഇനിഷ്യൽ പേയ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ മുഴുവൻ തുകയും മുതലിൽ അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റിൽ നിന്ന് കുറയുന്നു. അതാണ് ഈ ഡൗൺ പേയ്മെൻറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ക്യാഷ് വാല്യൂ എന്ന കോളത്തിൽ ആ ക്യാഷ് വാല്യൂ ടോട്ടൽ എമൗണ്ട് പേ ചെയ്യുന്നത്, ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് എത്ര രൂപയാണോ പേ ചെയ്യുന്നത് ആ എമൗണ്ട് തന്നെ കാണിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് പെയ്ഡ്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തതും 2 ലക്ഷം രൂപ തന്നെയാണ്. ആ 2 ലക്ഷം രൂപ തന്നെ മുതലിൽ കുറയുന്നു ഈ കേസിൽ, ഫസ്റ്റ് കേസിൽ. ലാസ്റ്റ് കോളം പറയുന്നത് എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ആഫ്റ്റർ പേയിങ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തതിന് ശേഷം എത്ര രൂപ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് 5,80,800 രൂപയാണ് ബയർ സെല്ലർ കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തതിന് ശേഷം അത് എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒന്നാമത്തെ കോളത്തിൽ നിന്ന്, ഇതാണ് ഫസ്റ്റ് കോളം ഇൻസ്റ്റാൾമെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, ഈ ഒന്നാമത്തെ കോളത്തിൽ നിന്ന് മൂന്നാമത്തെ കോളം ക്യാഷ് വാല്യൂ ഇൻ ദ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പേ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എത്ര രൂപ മുതലിൽ കുറയുന്നു ആ കോളത്തിൽ നിന്നുള്ള എമൗണ്ടാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അപ്പോൾ 1 - 3, 1ൽ ഒന്നാമത്തെ കോളത്തിൽ 5,80,800 രൂപയാണ്, മൈനസ് 2 lakh മൂന്നാമത്തെ കോളത്തിൽ 2 ലക്ഷം രൂപയാണ്. ഓക്കെ, ഈ 2 ലക്ഷം രൂപ കുറയ്ക്കുമ്പോൾ നമുക്ക് 3,88,000 എന്ന് കിട്ടും, ഫസ്റ്റ് ഒന്നാമത്തെ പേയ്മെൻറ്റിന് ശേഷമുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കാണിക്കുമ്പോൾ ആദ്യത്തെ കോളത്തിൽ പറയുന്ന ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ബിഫോർ പേയിങ് ഇൻസ്റ്റാൾമെൻറ്റ്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതിന് മുമ്പുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് അത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 3,80,800 രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്. ആ എമൗണ്ടാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ 3,88,000 റുപ്പീസാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ബിഫോർ പേയിങ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന ആ ഹെഡിൽ കാണിക്കേണ്ടത്. അതിനുശേഷം ഇൻട്രസ്റ്റ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ട്, കാരണം എല്ലാ വർഷവും അവസാനം December 31 എമൗണ്ട് പേ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 3,80,800 രൂപയ്ക്ക് ഒരു വർഷത്തെ പലിശ നമ്മൾ കൊടുക്കണം. അപ്പോൾ 3,80,800 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 100, 25% ആണ് ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 97,000 റുപ്പീസ് എന്നാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. അപ്പം ബാലൻസ് ഉള്ള എമൗണ്ടിൻ്റെ 25%. ഓക്കെ, അവിടെ 97,000 എന്ന് കിട്ടും. നെക്സ്റ്റ് കോളം പറയുന്നത് ക്യാഷ് വാല്യൂ ഇൻ ദ ഇൻസ്റ്റാൾമെൻറ്റ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് 2 lakh റുപ്പീസ് തന്നെയാണ്, 2 ലക്ഷം രൂപ തന്നെയാണ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്യുന്നത്. ഈ 2 ലക്ഷം രൂപയിൽ ഈ 97,000 രൂപ പലിശയും നമ്മൾ കണ്ടെത്തി. അപ്പോൾ ബാലൻസ് എമൗണ്ട് അങ്ങനെ കണ്ടുപിടിക്കാം. ഫോർത്ത് കോളത്തിൽ നിന്ന് സെക്കൻഡ് കോളം കുറയ്ക്കണം. അതാണ് ഇവിടെ ഫോർത്ത് കോളത്തിൽ നിന്ന് സെക്കൻഡ് കോളം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് മൂന്നാമത്തെ കോളത്തിൻ്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഫോർത്ത് കോളത്തിൻ്റെ വാല്യൂ 2 lakh റുപ്പീസാണ്. 2 lakh മൈനസ് 97,000 ആണ് ഇൻട്രസ്റ്റ്. 97,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1,03,000 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ 2 ലക്ഷം രൂപയാണ് ഇൻസ്റ്റാൾമെൻറ്റ് ആ വർഷം ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്തത്. അതിൽ നിന്ന് ആ ഇൻസ്റ്റാൾമെൻറ്റിൽ ഉൾക്കൊള്ളുന്ന ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ കുറയ്ക്കുമ്പോൾ ക്യാഷ് വാല്യൂ ഇൻ ദ ഇൻസ്റ്റാൾമെൻറ്റ് മൊത്തത്തിൽ മുതൽ നിന്ന് കുറയുന്ന
എമൗണ്ട് എത്ര നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ലാസ്റ്റ് കോളമാണ് എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ആഫ്റ്റർ പേയിങ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തതിന് ശേഷമുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്ര, ബാക്കി കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഒന്നാമത്തെ കോളത്തിൽ നിന്ന് മൂന്നാമത്തെ കോളത്തിലെ വാല്യൂ. ഒന്നാമത്തെ കോളം ഇവിടെ എത്ര 3,88,000 രൂപയാണ് ഒന്നാമത്തെ കോളത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 3,88,000 നിന്ന് മൂന്നാമത്തെ കോളത്തിൻ്റെ വാല്യൂ ആണ് പറയുന്നത്. മൂന്നാമത്തെ കോളത്തിൻ്റെ വാല്യൂ ഇവിടെ 1,03,000 റുപ്പീസാണ് കുറയ്ക്കേണ്ടത്. 1,03,000 റുപ്പീസ് നമ്മൾ കുറയ്ക്കുമ്പോൾ 2,85,000 റുപ്പീസും കിട്ടും. അല്ല, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് കോളത്തിൽ സെക്കൻഡ് എന്ന് എഴുതി ഇവിടെ കാണിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ബിഫോർ പേയിങ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതിന് മുമ്പുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആണ് ഈ കോളത്തിൽ കാണിക്കേണ്ടത്. അത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തതിന് ശേഷമുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2,85,000 രൂപയാണ്. ആ 2,85,000 രൂപ നമ്മളിവിടെ എഴുതുക. അതിന് ഇൻട്രസ്റ്റ് 2,85,000 റുപ്പീസ് ഇൻറ്റു 25/100 അത് കാൽക്കുലേറ്റ് ചെയ്യുക. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 71,250 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് കോളം ക്യാഷ് വാല്യൂ ആണ്. ക്യാഷ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നാലാമത്തെ കോളത്തിൽ ഇവിടെയും ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നത് 2 ലക്ഷം രൂപ തന്നെയാണ്. 2 lakh റുപ്പീസാണ്. ഈ 2 lakh റുപ്പീസിൽ നിന്ന് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടായ 71,250 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1,28,750 എന്ന് കിട്ടും. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആഫ്റ്റർ പേയിങ് ദി ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അതിന് ഒന്നാമത്തെ കോളത്തിന് ഔട്ട്സ്റ്റാൻഡിങ് 2,85,000 രൂപ എന്ന് തന്നിട്ടുണ്ട്. 2,85,000 മൈനസ് 1,28,750 1,28,750 റുപ്പീസാണ്. ഇത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1,56,250 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തതിന് ശേഷമുള്ള ബാലൻസ് നമ്മൾ എടുത്തെഴുതുക. 1,56,250 എന്നാണ്. ഇതിൻ്റെ ഇവിടെ ഇൻട്രസ്റ്റ് നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൾറെഡി നമ്മൾ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഹയർ പർച്ചേസ് പ്രൈസിൽ നിന്ന് ക്യാഷ് പ്രൈസ് ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2,12,000 എന്ന ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 2,12,000 ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. 2,12,000 ഇവിടെ എഴുതുക. ടോട്ടൽ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് അതാണ്. ആ 2,12,000 നിന്ന് ഈ രണ്ട് എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ ഇപ്പോൾ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ടോട്ടൽ ഇൻട്രസ്റ്റ് ഇവിടെ 2,12,000 ആണ്. ഇതിൽ നിന്ന് മൈനസ് 97,000, ഈ 97,000 അതിൽ നിന്ന് 71,250 ഇത്രയും ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് ഇൻട്രസ്റ്റ് ആയിട്ട് ഇവിടെ കാണിക്കേണ്ടത്. 43,750 എന്ന് കിട്ടും. 43,750 റുപ്പീസ് എന്നാണ് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കിട്ടുന്നത്. ഇത് കണ്ടുപിടിച്ചത് ടോട്ടൽ ഇൻട്രസ്റ്റ് നമുക്ക് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ഇൻസ്റ്റാൾമെൻറ്റിലുള്ള ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കുറച്ചപ്പോഴാണ് നമുക്ക് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിലെ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് കിട്ടിയത്. അതിനുശേഷം നമ്മൾ കാണിക്കുന്ന ക്യാഷ് വാല്യൂ ഇൻ ദ ഇൻസ്റ്റാൾമെൻ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 2 lakh റുപ്പീസാണ്. 2 lakh റുപ്പീസ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് പെയ്ഡ് കോളത്തിൽ എഴുതി. അതിൽ നിന്നപ്പോൾ 2 lakh റുപ്പീസ് മൈനസ് ഈ എമൗണ്ട് 43,750 ആണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 1,56,250 എന്ന് തന്നെ കിട്ടും. ഈ എമൗണ്ട് തന്നെ കിട്ടും. ആദ്യത്തെ നമ്മുടെ ഇൻസ്റ്റൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആ എമൗണ്ട് തന്നെ നമുക്ക് കിട്ടും. 1,56,250 എന്ന് കിട്ടും. ഇതിന് ശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് വല്ല ഉണ്ടോ എന്നാണ്. അങ്ങനെ കിട്ടില്ല, അറിയാമല്ലോ. 1,56,250 മൈനസ് 1,56,250 എന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും മിച്ചം വരത്തില്ല. ഇതാണ് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൻ്റെ ഒരു മെത്തേഡ്. അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് എല്ലാം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഹയർ പർച്ചേസിൻ്റെ 8 ലക്ഷം രൂപ എന്ന് കിട്ടും. ക്യാഷ് വാല്യൂവിന് എന്താ ഇൻസ്റ്റാൾമെൻ്റ് എല്ലാം കൂടി ടോട്ടൽ ചെയ്യാൻ നമുക്ക് ആ അസറ്റിൻ്റെ ടോട്ടൽ ക്യാഷ് പ്രൈസ് കിട്ടും. 5,88,000 എന്ന് കിട്ടും. നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കുക. ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഹയർ പർച്ചേസ് സിസ്റ്റത്തിലെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമായി പ്രിപ്പയർ ചെയ്യുന്നത് ബുക്സ് ഓഫ് അസ്ഹ്റ കൺസ്ട്രക്ഷൻ്റെ അക്കൗണ്ടൻറ്റ് ഈ ഹയർ പർച്ചേസുമായി ബന്ധപ്പെട്ട് അവരുടെ സ്ഥാപനത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ്. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട 2 അക്കൗണ്ട്, ഒന്ന് അവർ പർച്ചേസ് ചെയ്ത കോൺക്രീറ്റ് മിക്സറിൻ്റെ അക്കൗണ്ടും, സെക്കൻഡായിട്ട്
അവർ ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡിൽ നിന്നാണ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ പ്രകാരം അവർ ആ മെഷീനറി പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അത് കാണിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണെന്ന് കാണിക്കാനുള്ള അക്കൗണ്ടുമാണ് പ്രധാനമായിട്ടും ആദ്യ 2 അക്കൗണ്ട്. കോൺക്രീറ്റ് മിക്സ്ചർ അസ്ര കൺസ്ട്രക്ഷനെ സംബന്ധിച്ചുള്ള ഒരു അസറ്റാണ്. അപ്പോൾ ഈ അക്കൗണ്ട് ഉപയോഗിക്കേണ്ടത് അസറ്റിൻ്റെ റൂളാണ്. അസറ്റിൻ്റെ റൂള് ഇത് അക്കൗണ്ട്സിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യാനുള്ള റൂൾ നമ്മൾ ഓർത്തിരിക്കുക. അസറ്റിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു റൂൾ പ്രകാരമായിരിക്കും നമ്മൾ ഈ അക്കൗണ്ട് ഡെബിറ്റും ക്രെഡിറ്റും വരുന്നത്. അതേപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡിന് അസ്ര കൺസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രെഡിറ്ററാണ്. ലയബിലിറ്റി എന്ന് വെച്ചാൽ അവർക്ക് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ പറയുന്ന ആ ഡേറ്റ് കഴിയുന്നിടം അല്ലെങ്കിൽ ആ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നിടം വരെ എമൗണ്ട് കൊടുക്കാനുണ്ട്. അവർ തന്ന അസറ്റിന് പകരമായിട്ട് പൈസ കൊടുക്കാനുള്ളൊരു ബാധ്യത ഈ അസ്ര കൺസ്ട്രക്ഷന് ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡിനുണ്ട്. അതുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡ് അസ്ര കൺസ്ട്രക്ഷൻ്റെ ക്രെഡിറ്ററാണ്, ലയബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട ലയബിലിറ്റിയുടെ റൂളാണ്. ലയബിലിറ്റിയുടെ റൂൾ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. ഇതാണ് ലയബിലിറ്റിയുടെ റൂള്. ഇത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇച്ചിരി എളുപ്പമായിരിക്കും അത് മനസ്സിലാക്കിയാൽ. ക്വസ്റ്റ്യൻ പ്രകാരം അസ്ര കൺസ്ട്രക്ഷൻ ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡിൽ നിന്ന് 1 ജാനുവരി 2014 ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്. ആ ഡേറ്റിൽ തന്നെ അസ്ര കൺസ്ട്രക്ഷന് ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡിൽ നിന്ന് ആ മിഷനറി 5,88,000 റുപ്പീസ് വിലയുള്ള മിഷനറി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അപ്പോൾ അസ്ര കൺസ്ട്രക്ഷൻ്റെ കോൺക്രീറ്റ് മിക്സറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കുന്ന അക്കൗണ്ടിൽ നമ്മൾ ആ നമ്മുടെ 1 ജാനുവരി 2014 എന്ന് എഴുതി കടത്തിനടർ മുഴുവൻ എമൗണ്ടും പേ ചെയ്യാത്ത കാരണം അവിടെ ലൈറ്റ് അക്കൗണ്ട് എന്ന് എഴുതി ആ 5,88,000 റുപ്പീസ് ഡെബിറ്റ് ചെയ്യേണ്ട കാരണം അസ്ര കൺസ്ട്രക്ഷൻ്റെ സംബന്ധിച്ചോളം കോൺക്രീറ്റ് മിക്സർ എന്നുള്ളൊരു അസറ്റാണ്. 5,88,000 രൂപ വിലയുള്ള അസറ്റ് അസ്ര കൺസ്ട്രക്ഷനെ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അസറ്റിൻ്റെ റൂൾ ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണമെന്നാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡ് എന്ന് എഴുതി അസ്ര കൺസ്ട്രക്ഷൻ്റെ കോൺക്രീറ്റ് മിക്സർ അക്കൗണ്ടിൽ ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഇവിടെ ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡ് അക്കൗണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡിന് വേണ്ടിയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ആ എമൗണ്ട് കോൺക്രീറ്റ് എന്ന് എഴുതി 5,88,000 രൂപ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡ് എന്ന് എഴുതിയാണ് 5,88,000 രൂപ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് ലിമിറ്റ് അക്കൗണ്ടിൽ കോൺക്രീറ്റ് മിക്സർ എന്ന് എഴുതി 5,88,000 രൂപ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ. ഈ അക്കൗണ്ടിൽ നമ്മൾ ലയബിലിറ്റിയുടെ റൂളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 5,88,000 രൂപ വിലയുള്ള ഒരു അസറ്റ് അസ്ര കൺസ്ട്രക്ഷനിൽ വന്നതോടൊപ്പം തന്നെ 5,88,000 രൂപയുടെ ഒരു ബാധ്യത ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡിനോട് ആ അസ്ര കൺസ്ട്രക്ഷന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ലയബിലിറ്റിയുടെ റൂൾ നമുക്കറിയാം. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ ലയബിലിറ്റി ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡിനോട് 5,88,000 രൂപയുടെ ലയബിലിറ്റി അസ്ര കൺസ്ട്രക്ഷനെ ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ട് ആ ലയബിലിറ്റിയുടെ അക്കൗണ്ടിൽ ആ 5,88,000 രൂപ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അതിനുശേഷം ഇത് 1 ജാനുവരിയിലാണ് പർച്ചേസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ ഡിപ്രീസിയേഷൻ 20% പെർ ആനം അണ്ടർ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് ഡിപ്രീസിയേഷൻ കോൺക്രീറ്റ് മിക്സർ അക്കൗണ്ടിൽ കാണിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 31 ഡിസംബർ 2014 എന്ന് എഴുതി ഡിപ്രീസിയേഷൻ എഴുതുക. ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് 5,88,000 ഇൻറ്റു 20/100 ആണ് എൻ്റെ കാൽക്കുലേഷൻ. ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 1,70,600 എന്നാണ് അതിൻ്റെ ആൻസർ ഡിപ്രീസിയേഷൻ എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. അതിനുശേഷം ഇത് ബാലൻസ് ചെയ്യുക. ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. 5,88,000 ഇത് ഡിഫറൻസ് കാണുമ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതുക. 4,70,400 ശേഷം അത് നെക്സ്റ്റ് ഇയറിലോട്ട് ബ്രോ ഡൗൺ ചെയ്ത് എഴുതുക. 1 Jan 2013 ബാലൻസ് ബ്രോ ഡൗൺ 4,70,400. അതിനുശേഷം ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 31 ഡിസംബർ 2014 ഡിപ്രീസിയേഷൻ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ്. അപ്പോൾ 4,70,400 ഇൻറ്റു 20/100 ഡിപ്രീസിയേഷൻ എമൗണ്ടായിട്ട് 94,880 എന്ന് കിട്ടും. ഇത് കഴിഞ്ഞിട്ട് ഇതും ബാലൻസ് ചെയ്യുക.
4,70,400, 4,70,400. ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് 3,76,320 എന്ന് കിട്ടും. ഇത് തൊട്ടടുത്ത വർഷത്തോട്ട് ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതുക. 1st Jan 2016 ബാലൻസ് ബ്രോഡ് ഡൗൺ 3,76,320. ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 31st December 2016 ഡിപ്രീസിയേഷൻ ഈ 3,76,320യുടെ 20/100 ആണ് എടുക്കേണ്ടത്. 75,264 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അതിനുശേഷം ഇത് ബാലൻസ് ചെയ്യുക. 3,76,320 രണ്ട് സൈഡിൽ എഴുതി ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് 3,01,556 എന്ന് കിട്ടും. ഓക്കെ, ഇത് ഇത്രയുമാണ് കോൺക്രീറ്റ് മിക്സർ അക്കൗണ്ട്. ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡ് അക്കൗണ്ടിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ 1st January 2014 ഒരു 2 lakh rupees പേ ചെയ്യുന്നുണ്ട് ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡിന്. അത് നമ്മൾ ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിൽ കാണിക്കണം, ശ്രദ്ധിക്കുക. ഇവിടെ ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡ് അസ്ര കൺസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്, അവർക്ക് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ 5,88,000 rupees കൊടുക്കാനുള്ളത്. അപ്പോൾ അതിൽ 1st January തന്നെ 2 lakh rupees പേ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ റൂൾ ഇതാണ്, ഇൻക്രീസ് ചെയ്ത ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ്. അപ്പോൾ ലയബിലിറ്റി അസ്ര കൺസ്ട്രക്ഷന് ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡിനോടുള്ള 2 ലക്ഷം രൂപയുടെ ബാധ്യത ഇവിടെ കുറയുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഡേറ്റ് അത് തന്നെയാണ്, 1st Jan എന്ന് എഴുതി 2014. ബാങ്ക് ഓർ ക്യാഷ് എഴുതാം, എന്ത് വേണം എഴുതാം. ബാങ്ക് പൈസ പേ ചെയ്യുകയാണ്. 2 lakh rupees ആണ് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ആ വർഷം അവർ പേ ചെയ്തത്. ഓക്കെ, ഇവിടെ കോൺക്രീറ്റ് മിക്സറിൻ്റെ ടോട്ടൽ കോസ്റ്റ് 5,88,000 rupees ആണ്. അത് തുടക്കത്തിൽ തന്നെ 2 ലക്ഷം രൂപ അസ്ര കൺസ്ട്രക്ഷൻ ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡ് തന്നെ പേ ചെയ്യുന്നു. ബാക്കി 3,88,000 ഇൻട്രസ്റ്റ് വർഷാവസാനം പേ ചെയ്യേണ്ടതുണ്ട്. ഇൻട്രസ്റ്റ് അത്രയും കൂടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ടേബിളിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടിയിരുന്ന ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 97,000 rupees ആണ്. ഈ എമൗണ്ട് ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ടാണ്. നോക്കാം. ഇവിടെ 31st December 2014 ഇൻട്രസ്റ്റ് മീൻസ് ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡിന് 97,000 rupees ഇൻട്രസ്റ്റ് പേ ചെയ്യാം എന്നുള്ളൊരു ബാധ്യതയും കൂടി അസ്ര കൺസ്ട്രക്ഷന് ഉണ്ടാകുന്നുണ്ട്. കാരണം ഇവിടെ 5,88,000 rupees ആണ് മിഷൻ്റെ ടോട്ടൽ കോസ്റ്റ്. ഇനിഷ്യൽ പേയ്മെൻ്റ് ആയിട്ട് 2 ലക്ഷം രൂപ പേ ചെയ്യുന്നു. അതിനുശേഷം 1st January ഇത് പേ ചെയ്യുന്നത്. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നത്. അപ്പം 3,88,000 rupees ആണ് ടോട്ടൽ ഇതിന് ശേഷമുള്ള ബാലൻസ് എമൗണ്ട്. അതിൻ്റെ ഒരു വർഷത്തെ പലിശയായിട്ട് നമ്മൾ മുമ്പേ കാൽക്കുലേറ്റ് ചെയ്തു, 97,000 ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു. അത്രയും ലയബിലിറ്റി ലൈറ്റ് വെയ്റ്റ് ലിമിറ്റഡിനോട് അസ്ര കൺസ്ട്രക്ഷന് കൂടുകയാണ്. അപ്പോൾ ലയബിലിറ്റി കൂടി അത് ക്രെഡിറ്റ് ചെയ്തു. ഇതിന് ശേഷം ആ 31st December തന്നെ അവർ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ബാങ്ക് എന്ന് എഴുതി ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എഴുതി 2 lakh rupees ഡെബിറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ഈ ഒന്നാമത്തെ വർഷത്തെ ലൈറ്റ് വെയ്റ്റ് അക്കൗണ്ടിൻ്റെ അക്കൗണ്ട്സ് ബാലൻസ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് 6,85,000 rupees ഇതിൻ്റെ ടോട്ടൽ കിട്ടും. അത് രണ്ട് സൈഡിലും എഴുതുക. 6,85,000. അപ്പോൾ 6,85,000 നിന്ന് 4 lakh rupees ടോട്ടൽ പേ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ലയബിലിറ്റി 6,85,000. അതിൽ നിന്ന് ആ വർഷം തന്നെ 4 lakh rupees പേ ചെയ്യുന്നു. ബാക്കി 2,85,000 rupees ആണ് നമ്മുടെ ബാലൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ബാലൻസ് 31st December 2014 ബാലൻസ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ക്യാരി ഡൗൺ 2,85,000. ഇത് നെക്സ്റ്റ് ഇയറിലോട്ട് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യുക. 1st Jan 2015 എന്നെഴുതി ബാലൻസ് ബ്രോഡ് ഡൗൺ 2,85,000. ഇനി സെക്കൻഡ് ഇയറിൽ 31st December 2015 അസ്ര കൺസ്ട്രക്ഷൻ അഗെയിൻ 71,250 ഇൻട്രസ്റ്റ്
പിന്നെയും പേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത്രയും ലയബിലിറ്റി പിന്നെയും അസ്ര കൺസ്ട്രക്ഷന് ലൈറ്റ് വെയ്റ്റ് ലിമിറ്റോട് കൂടുകയാണ്. അത് നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് എന്ന് എഴുതി. ടോട്ടൽ എമൗണ്ട് 71,250 ആണ്. 71,250 നമ്മൾ ഇവിടെ നിന്നാണ്, ഈ ടേബിളിൽ നിന്നാണ് എടുക്കുന്നത്. 71,250 ആണ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്ന സമയത്തുള്ള ഇൻട്രസ്റ്റ് ആ വർഷം പേ ചെയ്യുന്ന. അപ്പോൾ 71,250 നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്തു. അതിനുശേഷം ആ വർഷം പേ ചെയ്യുന്ന ഇൻസ്റ്റാൾമെൻറ്റ് 31 ഡിസംബറിലാണ്. അതും 2015 ബാങ്ക് എന്ന് എഴുതുക. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 2 lakh rupees ആണ്. ഓക്കെ, ഇതിനുശേഷം ഇത് ബാലൻസ് ചെയ്യുക. അഗെയിൻ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ തന്നെയാണ് കൂടുതൽ. അത് നമ്മളിവിടെ എഴുതി 3,56,250 ആണ്. അത് രണ്ട് സൈഡിൽ എഴുതുക. 3,56,250. ഇതിനുശേഷം ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് 1,56,250 എന്ന് കിട്ടും. അത് 31 ഡിസംബർ 2015 ബാലൻസ് ആണ്. ബാലൻസ് ഇത് നെക്സ്റ്റ് ഇയറിലോട്ട് പിന്നെയും ബ്രോഡ് ഓൺ ചെയ്ത് എഴുതുക. 1 Jan 2016 ബാലൻസ് ബ്രോ ഡൗൺ 1,56,250. അതിനുശേഷം ആ വർഷത്തെ ഇൻട്രസ്റ്റ് 31 ഡിസംബർ 2016 ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് നമുക്കറിയാം 43,750 ആണ്. അത് ക്രെഡിറ്റ് ചെയ്യുക. 43,750. ഇതിനുശേഷം നമ്മൾ ആ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് 31 ഡിസംബർ 2016 എഴുതി. ബാങ്ക് ലാസ്റ്റ് തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ്. ഓക്കെ, അത് 2 lakh rupees ആണ്. ഓക്കെ, ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയും 2 lakh എന്ന് കിട്ടും. ഇവിടെയും 2 lakh ബാലൻസ് പിന്നെ കിട്ടില്ല. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ബുക്സ് ഓഫ് അക്സ്ര കൺസ്ട്രക്ഷൻ മാത്രമാണ് നമ്മളിവിടെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട അക്കൗണ്ട്സ് മാത്രമേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. ബുക്സ് ഓഫ് ലൈറ്റ് വെയ്റ്റ് ലിമിറ്റ് അല്ലെങ്കിൽ സെല്ലറിൻ്റെ ബുക്സ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ എങ്ങനെയാണ് ഒരു സെല്ലറുടെ ബുക്സ് അവരുടെ അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് വിശദമായിട്ട് പറയാം. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധാപൂർവം ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്തു പഠിക്കുക. അതിനുശേഷം പിന്നെയും കാണുക. പ്രാക്ടിക്കൽ പ്രോബ്ലമാണ് നമ്മൾ സൊല്യൂഷൻ ചെയ്തിരിക്കുന്നത്. ഇല്ലുസ്ട്രേഷൻ നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. അത് വെച്ച് നിങ്ങൾ കണക്ക് ചെയ്ത് പഠിക്കുക. പഠിച്ചതിന് ശേഷം പിന്നെ റിപ്പീറ്റ് കാണുക. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് മെച്ചപ്പെടുന്നതായിരിക്കും. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.